അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ സാലി ജോർജ് ആണ്. തന്റെ ജീവിതാനുഭവങ്ങൾ നമുക്കേവർക്കും അനുഗ്രഹമായി തരേണ്ടതിന് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. ഒരു യാക്കോബായ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട തന്റെ ജീവിതത്തില് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം കടന്നു വരുവാനും, താൻ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ടപ്പോൾ തന്റെ ജീവിതത്തിൽ നേരിട്ടതായ തിക്ത അനുഭവങ്ങളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് പങ്കാളികളാകാൻ കർത്താവ് മേലുവരെ സഹായിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ സാലി ആന്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് സമയിച്ചൊഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചോളൂ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് സാലി ജോർജ്. ഞാൻ കാലിഫോർണിയയില് സാക്രമെന്റോ എന്ന സ്റ്റേറ്റില് എൽഗ്രോ എന്ന സിറ്റിയിലാണ് താമസിക്കുന്നത്. എൻ്റെ ജോലി ഒരു നഴ്സിംഗ് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്നു സ്റ്റേറ്റിൽ. അതോടൊപ്പം കർത്താവിൻ്റെ വേലയിൽ ദാസനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു. എനിക്ക് 4 മക്കളാണുള്ളത്. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. അതിൽ 3 പേരുടെ വിവാഹം കഴിഞ്ഞു. ഒരു കൊച്ചുമോനുണ്ട്. 2.5 വയസ്സായ കുഞ്ഞുണ്ട്. മക്കളും മരുമക്കളെല്ലാം കാലിഫോർണിയയിൽ തന്നെയുണ്ട്. ദൈവത്തിന്റെ കൃപയാൽ എല്ലാവരും നല്ല ദാസനും ഫുൾ ടൈം കർത്താവിന്റെ വേലയിലാണ്. പിന്നെ ഈ അരോമ ടിവിയിലോട്ട് എൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ സഹായിച്ച ദൈവത്തിന് നന്ദി കരയറ്റുന്നു. അതിനെന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എൻ്റെ ഒരു സുഹൃത്താണ്. സുഹൃത്തുന്ന സഹോദരി, ഞങ്ങളോടൊന്നിച്ച് ആരാധിച്ചൊരു സഹോദരി അനിത അരുണാണ്. അതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചെറിയ കാലങ്ങളിലെ അനുഭവം ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. യാക്കോബായ സഭയില് ജനിച്ചു. 9 മക്കളാണ് ഞങ്ങളുടെ വീട്ടില്. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ ഇളയ മകളായിരുന്നു. അതിനാൽ എല്ലാവിധ സ്നേഹ സൗകര്യങ്ങളിലും എന്നെ വളർത്തിക്കൊണ്ടുവന്നു. എൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹം ഞാനൊരു ടീച്ചറാകണമെന്നായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവ് നേരത്തെ എന്നെ കണ്ടതുകൊണ്ട് എന്നെ നാട്ടിൽ നിന്നും ഒറ്റപ്പെടുത്തിയിട്ട് ഒരു ദൈവവേദലാകുവാൻ അവസരം ഒരുക്കി തന്നു. അപ്പം മാതാപിതാക്കളുടെ എന്നെ ഏൽപ്പിച്ച ഒരേ ഒരു ജോലി, വീടിനടുത്തൊരു തിരുവിലാങ്കുന്ന് കുരിശുണ്ട്. അവര് വീട്ടിലും ചക്കാടുന്ന വീടെന്നാ ഞങ്ങളെ പറഞ്ഞിരുന്നേ. നെടുമ്പാശ്ശേരിയില് തിരുവിലാങ്കുന്ന് കുരിശിന്റെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളാണ് ഏറ്റവും അടുത്ത ബിലീവർ. തിരി കത്തിക്കലാണെന്ന് എൻ്റെ ജോലി എന്നെ ഏൽപ്പിച്ചിരുന്നത്. ഒരു 8 വയസ്സ് പ്രായത്തില് തിരി തെറുത്ത് തരും. 32 തിരി അമ്മ മന്മല തുണി കൊണ്ട് ഇങ്ങനെ തെറുത്ത് തരും. അപ്പനാണെങ്കിൽ ഒരു ഗ്ലാസ്സിനകത്ത് എണ്ണ എടുത്ത് തരും ഒഴിക്കാനായിട്ട്. അത് കൊണ്ടുപോയി ഒഴിച്ച് ഞാൻ ഈ നിലവിളക്കിൽ ഇങ്ങനെ വട്ടം ഒഴിച്ച് തിരിയെല്ലാം കത്തിച്ചിട്ട് ഇങ്ങനെ പറയും, ഓ എന്തൊരു പ്രകാശം, ഈ പ്രകാശം എനിക്കൊന്ന് ലഭിച്ചിരുന്നെങ്കിൽ, എൻ്റെ ദൈവമേ ഈ പ്രകാശം എനിക്ക് തരണമേ. അത് മാത്രം ഞാൻ പറഞ്ഞു. അത് നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്ന് വന്നതാണ്. അത് പറഞ്ഞത് ദൈവം കേട്ട് എന്നെ ആ കുടുംബത്തിൽ നിന്ന് ഒരു കാരണവശാലും ഞങ്ങളുടെ നാട്ടിൽ പുറത്തു വിടാത്ത പെൺപിള്ളേരെ. അത് 81 നാട്ടിൽ നിന്ന് ബോംബെയിലോട്ട് നേഴ്സിങ്ങിന് വിടത്തില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു നേഴ്സിങ്ങിന് വന്നു. നേഴ്സിങ്ങിന് വന്നിട്ടും അവിടെ ബോംബെ യാക്കോബായ ചർച്ചിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും വർത്തമറിയം വനിതാ സമാജത്തിന്റെ സെക്രട്ടറി ആയിരിക്കുകയും ടൈപ്പ് ചെയ്ത് തിരുമേനിക്കും അച്ഛന്മാർക്കുള്ള ലെറ്ററുകളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തു. അത് നേഴ്സിംഗ് കഴിഞ്ഞ ഉടനെ എൻ്റെ ബാച്ചിൽ 32 കുട്ടികളുണ്ടായിരുന്നു. ദൈവം എന്നെ അവിടുന്ന് ദുബായിക്ക് 21 വയസ്സായപ്പോൾ കൊണ്ടുപോയി. ദുബായ് ഗവൺമെന്റിൽ നല്ല സാലറിയിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് ജോലി ചെയ്യുക. അവിടെ മാർച്ച് 5 എത്തി 87. ആ ഏപ്രിൽ 17 ഗുഡ് ഫ്രൈഡേ തോമസ് മാർ ദിവനസസ് എന്ന് പറഞ്ഞ തിരുമേനിയുടെ കുർബാനയായിരുന്നു. ആ കുർബാനയിൽ തിരുമേനി കുരിശെടുത്ത് വാഴ്ത്തി
കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും 2 മണിയായ നേരത്ത് മകനെ നീ എങ്ങോട്ട് പോകുന്നു എന്ന് ചൊല്ലിയപ്പം കുരിശ് വരച്ച് കുമ്പിടാൻ കുരിശ് പിടിക്കുമ്പം കയ്യേൽ എൻ്റെ കയ്യേൽ ആരോ ശക്തമായി എന്നെ പിടിക്കുകയും ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു, മകളെ ഞാൻ സ്വർഗത്തിലിരുന്ന് കാണുക, ഈ ഭൂമിയിൽ ഒരു മരക്കുരിശായി എന്നെ അടക്കുകയും ഉയർപ്പിക്കുകയും ചെയ്യുന്ന കാണുന്നത് തെറ്റാ. ഭവനത്തിൽ പോയി ബൈബിൾ എടുത്തിട്ട് റോമർ 6, 7, 8 വായിക്കാൻ. അപ്പൊ അന്നൊക്കെ ബൈബിൾ അധികം വായിക്കത്തില്ല, ചൊല്ലേയും മർത്തമറിയം മാതാവിനോട് പ്രാർത്ഥിക്കുകയും കുരിശു വരച്ചിട്ട് അങ്ങ് കിടക്കും. എന്നാലും കയ്യിലൊരു ബൈബിൾ അമ്മ തന്നിട്ടുണ്ടായിരുന്നു, പേടി വരുമ്പം ബൈബിൾ എടുത്ത് വായിക്കണമെന്നും പറഞ്ഞു. അത് തലവണയുടെ കീഴെ വെച്ചിട്ടാണ് കിടന്നുകൊണ്ടിരുന്നത്, ഹോസ്റ്റലിലായിരുന്നപ്പം. അപ്പൊ അന്ന് ഇങ്ങനെ സംഭവത്തിന് ശേഷം ഞങ്ങൾ 12 പേര് ഒന്നിച്ചാ പള്ളി പോയത്. അപ്പം വിവിധ കാറ്റഗറിയിലുള്ളവരായിരുന്നു. ക്നാനായ കാത്തലിക് ഉണ്ടായിരുന്നു, ഓർത്തഡോക്സ് ഉണ്ടായിരുന്നു, എല്ലാ മർത്തോമ ഉണ്ടായിരുന്നു. എല്ലാവരും കൊണ്ട് ഒരു ചർച്ചിലാണ് പോകുന്നത്, ഹോളി ട്രിനിറ്റി ചർച്ചിൽ. അപ്പം അവരെല്ലാം പറഞ്ഞു, നിനക്ക് ഹലൂസിനേഷനാ, നിനക്ക് വട്ടാ, ഇവിടെ ആരും കയ്യിൽ പിടിക്കാനൊന്നുമില്ല, ശബ്ദമൊന്നും കേൾക്കാനില്ല, ഞങ്ങൾക്കൊക്കെ കുരിശ് വരച്ച് കുമ്പിടാൻ പറ്റുന്നുണ്ട്, നീ കുരിശ് വരയ്ക്കാത്തത് നിന്നെ സാത്താൻ പിടിച്ചിരിക്കുവാന്ന് പറഞ്ഞു. അപ്പം അവരെന്നോട് പറഞ്ഞു, നീ പൊക്കോ, ഞങ്ങൾ വരത്തില്ല, നീ അങ്ങ് നടന്നു പോകുന്ന വഴിക്ക് അവിടെ ഒരു വട്ടനുണ്ട്, ആ വട്ടൻ നിന്നെ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. ദൈവം എനിക്കൊരു ധൈര്യം തന്നു. ഞങ്ങൾ ഒന്നിച്ചാ നടക്കത്തുള്ളൂ ദുബൈയില്. അപ്പം പള്ളി പോകുന്നൊക്കെ ഗ്രൂപ്പ് കൂടിയാ. അപ്പൊ എനിക്ക് ദൈവം തന്ന ധൈര്യത്തില് ഞാൻ ഭയങ്കര സങ്കടമായിരുന്നു, കരഞ്ഞും കൊണ്ടാ നടന്നു വന്നത്. തന്നെ നടന്നു വന്നപ്പം ഞാൻ വട്ടനെ കാണുക ഒന്നും ചെയ്തില്ല, തന്നെ ഹോസ്റ്റലിൽ വന്നപ്പോൾ ഹോസ്റ്റലിലെ വാർഡൻ ചോദിച്ചു, ബേബി, ഞാനാ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ളത്, അപ്പം ബേബി നീ എന്താ ഇങ്ങനെ നേരത്തെ വന്നത്? ഞാൻ പറഞ്ഞു, മമ്മി എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല, എനിക്ക് അവിടെ നിൽക്കുമ്പോൾ എന്തോ എൻ്റെ ഒരു ശക്തി എന്നോട് പറയുന്നു വീട്ടിൽ വന്ന് റോമർ 6, 7, 8 വായിക്കാൻ. അതുകൊണ്ട് ഞാൻ റൂമിൽ ഞാൻ കിടക്കാം മമ്മി, എനിക്ക് ഒരു പേടി പോലെ എന്ന് പറഞ്ഞു. അപ്പം മമ്മി പറഞ്ഞു, ബേബി നീ പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ട്, ഡോറ് തുറന്നിട്ടേരെ. അപ്പം എല്ലാവരും പള്ളി നിൽക്കുക, അതുകൊണ്ട് ആ ബ്ലോക്ക് മുഴുവൻ എംറ്റി, ഒരു ഏകാന്തതയായിരുന്നു. അപ്പം മമ്മി മിസ്സസ് അലി എന്നാ പേര്, അറബിക്. മമ്മി വന്ന് ഒരു ചെയറിട്ട് എൻ്റെ റൂമിൻ്റെ വാതൊക്കെ ഡി ബ്ലോക്കിൽ 103 വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മി എനിക്ക് ഭയങ്കര ക്ഷീണം വരുന്നു, ഞാൻ കിടക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഈ റോമർ 6, 7, 8 വായിക്കാൻ ദൈവശബ്ദം കേട്ടത് ദൈവശബ്ദമാണെന്ന് എനിക്ക് മനസ്സിലാകാൻ ഞാൻ ഇത് വായിച്ചു വരും തോറും എന്നോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ ഈ ദൈവം സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പം എൻ്റെ സങ്കടവും കരച്ചിലും അങ്ങനെ കിടന്ന് വിഷമിച്ച് അങ്ങ് ഉറങ്ങി. അപ്പൊ നാട്ടിൽ വിളിക്കാന്ന് വെച്ചപ്പോ നാട്ടിലെല്ലാവരും ഗുഡ് ഫ്രൈഡേ പള്ളി നിൽക്കുക, വീട്ടിൽ ആരും ഇല്ല. കൂട്ടുകാരെ വിളിക്കാന്ന് വെച്ചപ്പോ അവരും എല്ലാം ബോംബെയില് പള്ളി പോയിരിക്കുക, ദാദർ പള്ളിയില്. പിന്നെ ഞാൻ അങ്ങനെ കിടന്നുറങ്ങിയപ്പോ ഞാൻ 3 കാഴ്ച കണ്ടു. ഒന്ന്, കർത്താവ് ജലസ്നാനം നടത്തുന്നതായിട്ട്, ജനങ്ങൾ ധാരധാരയായിട്ട് ലൈനിൽ വന്ന് സ്നാനപ്പെടുന്ന കാഴ്ച കണ്ടു. പിന്നെ ഇടയ്ക്കെല്ലാം ചെയർ കാലിയായി കിടക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നു, അയ്യോ ഇവിടെ ഇരുന്നവരൊക്കെ എന്തി? അപ്പൊ ഞാനിങ്ങനെ സ്വപ്നത്തിൽ കൂടെ കാണുക, കർത്താവ് വന്നു, ചേർക്കേണ്ടത് ചേർത്തു, ഇനിയും കിടക്കുന്നവര് ഈ ലോകത്തില് നമ്മള് അന്ത്യക്രിസ്തുവിന്റെ ഭരണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാന്ന്. അങ്ങനെ 2-3 കാഴ്ച കണ്ടു. പിന്നെ ഈ വചനവും വായിച്ചപ്പോ എനിക്ക് ഒത്തിരി പേടി തോന്നി. അപ്പൊ പിന്നെയും ഈ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, മമ്മി എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് എന്തൊക്കെ സംഭവിച്ച പോലെ. മമ്മി പറഞ്ഞു, നീ ഹലൂസിനേറ്റ് ചെയ്യുവാന്ന്. അവരും പറഞ്ഞു, കൂട്ടുകാരും പറഞ്ഞു, നീ ഹലൂസിനേറ്റ് ചെയ്യുവാന്ന്. അപ്പൊ ഞാൻ ബോംബെയിൽ പിന്നെ 5 മണിയായി. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ചപ്പം അവള് പറഞ്ഞു, എൻ്റെ ഒരു അമ്മാച്ചൻ അവിടെ ഒരു പാസ്റ്റർ ഉണ്ട്, ഞാൻ ആ ദൈവദാസനോട് പറയാം, നിന്നെ ദൈവം സന്ദർശിക്കുന്നതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ എനിക്ക് ദൈവം സന്ദർശിക്കുന്നതൊന്നും കേൾക്കണ്ട, ഞാൻ യാക്കോബക്കാരിയാ, എന്നെ പാസ്റ്ററും കാണാനൊന്നും വരണ്ട, അതുകൊണ്ട് ഞാൻ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചിരുന്നോളാം. അത് കഴിഞ്ഞ് അപ്പുറത്തെ റൂമിൽ ഒരു കുട്ടി വന്നു, 101 എൽസ എന്ന് പറഞ്ഞു, അവള് ബ്രദറുകാരിയായിരുന്നു. അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞു, ബാ നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാം, നീ വാ എൻ്റെ റൂമിൽ വാ. അപ്പൊ ഞങ്ങൾ കുറെ പേര് കൂടി അവളുടെ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനിരുന്നു. അവിടെ പ്രാർത്ഥിക്കാനിരുന്നപ്പോ ഞാൻ ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷകളിൽ ഞാനും വേറൊരു കുട്ടി ജാൻസി, ഞങ്ങൾ 3 പേര് ആത്മനിറവോടെ തുള്ളിച്ചാടി ആരാധിക്കാൻ തുടങ്ങി. അപ്പൊ അവൾക്ക് തന്നെ, എൽസമ്മയ്ക്ക് തന്നെ അതിശയമായി, അയ്യോ ഞാനിപ്പോ നിങ്ങളെ വിളിച്ചു കൊണ്ടുവന്ന അബദ്ധമായി പോയല്ലോ, ഞാൻ ഇതിനകത്ത് വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞു.
നീ എൻ്റെ കൂടെ വാ, നീ ബ്രദറിലെ ബൈബിൾ പഠിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ബ്രദറിലെ ബൈബിൾ സ്റ്റഡിക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഡോക്ടർ ജ്യോതിയുടെ ബൈബിൾ സ്റ്റഡി അറ്റൻഡ് ചെയ്തപ്പം അതിനകത്ത് ഞാൻ സാറ്റിസ്ഫൈ ആയിരുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഒരിടത്തും പോകുന്നില്ല, ഞാൻ ബൈബിള് വായിക്കുന്നേ ഉള്ളൂ, ബൈബിള് വായിച്ച് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ ഉയർപ്പിന് എനിക്ക് പള്ളി പോകണമെന്ന് ഭയങ്കര ഒരു വെമ്പല്. അങ്ങനെ ഉയർപ്പിന് പോവാനായിട്ട് ഒരുങ്ങിയപ്പം പിന്നെയും ദൈവശബ്ദം കേൾക്കുക, മകളെ ഞാൻ ജീവനോടെ സ്വർഗത്തിൽ ഇരിക്കുക, എന്നെ ഉയർപ്പിക്കുന്നു മരിപ്പിക്കുന്നു കാണുന്ന ശരിയല്ല, അതുകൊണ്ട് വചനം വായിക്കാൻ. അപ്പൊ ഞാൻ ആ പോക്ക് നിർത്തി. അതോടുകൂടി ഞാൻ യാക്കോബ സമുദായത്തോട് വിട പറഞ്ഞു. പിന്നെ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത് സത്യമാണെന്ന് ഞാൻ വചനം വായിച്ചപ്പോഴെല്ലാം മനസ്സിലായി. എന്നാലും വീട്ടിലെ 9 മക്കളിലെ ഇളയ മോളായതുകൊണ്ട് ഒത്തിരി ലാളിച്ച് വളർത്തുകൊണ്ട് അവരെ വേദനിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് രഹസ്യമായിട്ട് ഞാൻ സ്നാനപ്പെടാന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു. അന്ന് ഒരു ബോംബെയില് ഗ്ലാഡിസ് എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ പാസ്റ്റർ ഉണ്ടായിരുന്നു. ആ പാസ്റ്റിന്റെ അഡ്രസ്സൊക്കെ എടുത്തിട്ട് ബോംബെ പോയി സ്നാനപ്പെടാന്ന് വിചാരിച്ച് ഞാൻ ബോംബെക്ക് എമിറേറ്റ്സ് ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് ബോംബെ വന്നപ്പോൾ സൂക്ഷം പോലെ ആ പാസ്റ്റ് അമേരിക്ക വന്നിരിക്കുക. അപ്പൊ ഞാൻ നിവർത്തിയില്ലാതെ പിന്നെ ബോംബെ ചെന്നുകൊണ്ട് നാട്ടിൽ പോയി. നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞ സത്യം ഞാൻ അവരോട് പറഞ്ഞു. അപ്പൊ അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവർക്കത് കൈക്കൊള്ളാൻ പറ്റുന്നില്ല. അവര് പറയുന്ന ഈ മാർഗം കൂടി അവരുടെ കൂടെ പോവാൻ മോൾക്ക് എന്തിന്റെ കുറവായിട്ടാ? ദൈവം നിനക്ക് നല്ല ജോലി തന്നു, നിനക്കെല്ലാം തന്നു, ഇവരുടെ കൂടെ കപ്പ വേവോളം നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് കേൾക്കാൻ പോകുന്ന എന്തിനാ? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ജീവൻ തന്ന എൻ്റെ കർത്താവാ, നിങ്ങൾ എന്നെ മാതാപിതാക്കളായി വളർത്തുവാനുള്ള ഭാഗ്യം തന്നെങ്കിലും ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ ആത്മാവ് കർത്താവിനോട് കൂടെ കാണും. നിങ്ങൾ അവിടെ വരും എൻ്റെ ഡെഡ് ബോഡി അടക്കി ഒരു റീത്തും വെച്ചിട്ട് തിരിച്ചു പോരും. അപ്പൊ എൻ്റെ ആത്മാവ് കർത്താവുമായിട്ടുള്ള വാസമാ. അതിനു വേണ്ടിയിട്ടാ 70 ഏറിയാൽ 80 അത്രത്തോളം ഈ ഭൂമിയിൽ ആയുസുള്ളൂ. അതുകൊണ്ട് അമ്മയും അപ്പനും എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചിരിക്കാന്ന്. എൻ്റെ ഫാദർ കരഞ്ഞ് മദറും കരഞ്ഞു. പ്രയാസത്തോടെ അവർ എന്നോട് പറഞ്ഞു, ഞാൻ പിന്മാറില്ല എന്ന് കണ്ടപ്പം എന്നോട് പറഞ്ഞു, നിനക്കൊരു ചെറുക്കനെ അന്വേഷിച്ച് തരാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് പെന്തിക്കോസ്കാരെ അറിയത്തില്ല, മാർഗം കൂടിയവർ അറിയത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നായ ശരദിച്ചിലേക്ക് തിരിഞ്ഞു നോക്കത്തില്ല, അതുകൊണ്ട് ഞാനൊരു ബോൺ അഗെയിൻ അല്ലാതെ ഞാൻ ഇനി കല്യാണം കഴിക്കത്തില്ല. അവർക്ക് ഞാനൊരു ബോംബെയിലുള്ള ഒരു ഡോക്ടറെ കല്യാണം കഴിക്കണമെന്ന്, എഞ്ചിനീയറെ കല്യാണം കഴിക്കണമെന്നൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി ഇരുന്ന. അപ്പൊ ഞാൻ അതെല്ലാം പൊട്ടിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർക്കെല്ലാം വിഷമായി. അങ്ങനെ തിരിച്ച് ഞാൻ ബോംബെന്ന് തിരിച്ച് ദുബായ് വന്നപ്പം പിന്നെ ഈ പാസ്റ്റർ എന്നെ കാണാൻ വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് പെന്തിക്കോസ്ത് ആകണ്ട, ഞാൻ ഇവിടെ ഇരുന്ന് ബൈബിൾ വായിച്ച് ഞാനിരുന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ ബാത്റൂമിൽ ഒളിച്ചിരിക്കുമായിരുന്നു. എനിക്കിതെല്ലാം സത്യമാണെന്ന് ദൈവം വെളിപ്പെടുത്തി തന്നു. വ്യക്തമായിട്ട് ഒറ്റയ്ക്ക് എന്നെ ദുബായ് സംസാരിച്ച് ദൈവം ശക്തീകരിച്ച വ്യക്തിയാണെങ്കിൽ കൂടെ തനിച്ച് നിൽക്കുവാനുള്ള ഒരു പ്രാഗൽഭ്യമില്ലായ്മ കൊണ്ടും വീട്ടുകാരെ ഭയന്നുകൊണ്ടും ഞാൻ ബാത്റൂമിൽ ഇരുന്നിട്ട് എൻ്റെ റൂംമേറ്റിനോട് പറയും, 8 മണിക്ക് വിസിറ്റിംഗ് ടൈം കഴിയും, 8 മണി വരെ കുഞ്ഞോളാൻ്റെയും ഗേവറിസ് പാസ്റ്ററും അവിടെ ഇരിക്കും, അത് കഴിയുമ്പോൾ അവർ പൊക്കോളും, ഞാൻ ഷോപ്പിങ്ങിന് പോയേക്കാന്ന് പറഞ്ഞേക്കണം, വന്നിട്ടില്ല എന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞ് ബാത്റൂമിൽ ഇരിക്കുമായിരുന്നു. അങ്ങനെ ആ പാവം പാസ്റ്ററും ആൻറ്റി ഒത്തിരി എന്നയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ആഴ്ചകളിലും എന്നെ കാണാൻ ഹോസ്റ്റലിൽ വന്ന് കാത്തിരുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ പിടി കൊടുക്കത്തില്ലായിരുന്നു. പിന്നെയും കർത്താവ് എന്നോട് വ്യക്തിപരമായി ഇടപെട്ടുകൊണ്ടിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം പാസ്റ്റർ എന്നോട് ചോദിച്ചു, ഇത് സത്യമാണെന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇത് കൽപ്പന അനുസരിക്കുന്നില്ല? അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് സത്യമാണെന്നറിയാം, പക്ഷെ എനിക്ക് ഇതെല്ലാം സ്നാനപ്പെടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പം പാസ്റ്റർ എന്നോട് പറഞ്ഞു, കുഞ്ഞെ, നീ മരിക്കുമ്പോൾ ഇതെല്ലാം കൊണ്ടുപോവോ? ഞാൻ പറഞ്ഞു, അതല്ല, എനിക്ക് വീട്ടുകാരെല്ലാം പേടിച്ചിട്ടാ ഞാൻ ചെയ്യാത്തതെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് എന്നെ സ്നാനത്തെക്കുറിച്ച് പിന്നെയും ദർശനം കാണിച്ചു. സ്നാനപ്പെടുന്ന ജനങ്ങൾ ധാരധാരയായി വെള്ളത്തിൽ മുഴുകൽ സ്നാനപ്പെടുന്ന എന്നെ കാണിച്ചു. അപ്പൊ എനിക്ക് വ്യക്തമായി ഇത് ചെയ്തേ പറ്റൂന്ന്. പിന്നെ ഓരോ വാക്യങ്ങൾ എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് സ്നാനപ്പെടണം, സ്നാനപ്പെട്ടില്ല എങ്കിൽ രക്ഷിക്കപ്പെട്ട ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതും, പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പുഴിയെ തള്ളിയിടും. അപ്പൊ ഓരോ വചനം വചനം ആയിട്ട് ഇടപെട്ട് അങ്ങനെ ആ വചനത്തിൽ ഞാൻ മുറുകെ പിടിച്ച് ജീവിച്ചു.
നല്ല സാക്ഷ്യത്തിൽ തന്നെ ജീവിച്ചിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ദൈവം ശക്തമായിട്ട് എന്നോട് സ്നാനപ്പെടാൻ ആവശ്യപ്പെട്ടു. ഞാൻ അപ്പൊ ദൈവകൽപ്പനയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. സ്നാനത്തിന് ഒരുങ്ങിയപ്പോ എൻ്റെ മൂത്ത സിസ്റ്റർ എൻ്റെ കൂടെ തന്നെ ദുബായി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സിസ്റ്ററിന് ഭയങ്കര സങ്കടമായി. കാരണം ഞങ്ങൾ ഒന്നിച്ച് ഒരുപോലെ കളിച്ചിരിച്ച് വളർന്ന സിസ്റ്റർ, 1.5 വയസ്സ് വ്യത്യാസമുള്ളൂ. അവള് പാസ്റ്ററിന്റെ വീട്ടിൽ കിടന്ന് ഒത്തിരി കരയുമായിരുന്നു. കരഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു, പാസ്റ്ററോട് ചേച്ചിയോട് പറഞ്ഞു, അവള് മരിച്ചിട്ടില്ല, അവള് ദൈവകൽപ്പന അനുസരിച്ചിട്ടുള്ളൂ എന്ന്. പക്ഷെ ആ സ്നാനപ്പെട്ടത് മൂലം വീട്ടുകാരെല്ലാം എന്നെ തഴഞ്ഞു. ഞാനൊരൊറ്റപ്പെട്ട ജീവിതമായിരുന്നു. ആ ഏകാന്തതയിൽ ദൈവം അനേക ദർശനങ്ങള്, ദൈവശബ്ദങ്ങള്, ദൈവം എന്നോട് സംസാരിച്ചു, നിന്നെ ഒരു മൂലക്കല്ലായി എടുത്ത് പണിയും, അനേക കല്ലുകൾ പണിയപ്പെടുമെന്ന്. അത് 35 വർഷത്തിന് ശേഷം ഇപ്പൊ ആ സഹോദരൻ ചേട്ടൻ എവിടെയുള്ള 2 പേര് സ്നാനപ്പെട്ടു. അവര് കർത്താവിന്റെ വേലയിൽ ഉത്സുകരായിരിക്കുന്നു. ഒരു നീസും നെഫ്യും സ്നാനപ്പെട്ടു. അവരും കർത്താവിന്റെ വേലയിൽ രാസക്കൈമേലായിരുന്നു. ആ ദേവദാസൻ ഈ കഴിഞ്ഞ വർഷം ഇതേ സമയം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം താമസിച്ചു. അങ്ങനെ അപ്പം കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ എന്ന് ഇല്ല ഇല്ല എന്ന് വീണ്ടും വീണ്ടും എന്നെ ധൈര്യപ്പെടുത്തി. അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ പരിഹസിച്ചു. ഹോസ്റ്റലിൽ എന്നെ ഒറ്റപ്പെടുത്തി. ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്ത് കൊടുത്ത് അവർക്കെല്ലാം എന്നോട് സംസാരിക്കാൻ പേടിയായി. ഞങ്ങളുടെ മേട്രൻ പറഞ്ഞു, മേട്രൻ യാക്കോബക്കാരിയായിരുന്നു. അവള് പറഞ്ഞു, ഇവളോട് മിണ്ടല്ലേ, ഇവള് ഇത്തടിയാ, നിങ്ങളെ എല്ലാം വിളിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിലെ കർത്താവ് ഇങ്ങനെ ദർശനം തന്നും ദൈവശബ്ദം കാണിച്ചും എൻ്റെ വിവാഹത്തിനെ കുറിച്ച് ദൈവം എന്നെ കാണിച്ചു. ആ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ദൈവം കാണിച്ച ഒരു വ്യക്തിയെ വിവാഹം നടക്കുന്നതായിട്ട് 87 ഏപ്രിൽ തന്നെ എന്നെ ദർശനത്തിൽ കാണിച്ചു. 990 മാർച്ചിൽ ദുബായ് വെച്ച് എന്നെ സ്നാനപ്പെടുത്തിയ ദേവദാസൻ തന്നെ എൻ്റെ വിവാഹവും നടത്തി. ദൈവം 4 കുഞ്ഞുങ്ങളെ അവിടെ ദാനമായി തന്നു. 4 കുഞ്ഞുങ്ങളെ അവിടെ ഡെഡിക്കേറ്റ് ചെയ്തു. പിന്നീട് ദൈവം 2002 ഈ കാലിഫോർണിയയിലോട്ട് വരുവാൻ ദൈവം തന്നെ ദർശനം തന്നു. തൻ്റെ ദാസന് ജോലിയായിരുന്നു, പക്ഷെ ദൈവം സംസാരിച്ചു കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന്. പിന്നെ ഞങ്ങൾ ദൈവസന്നിധാനത്തിൽ തീരുമാനമെടുത്തു. 4 വർഷം ദൈവവചനം പഠിച്ച് തൻ്റെ ദാസൻ ബയോളയിൽ പഠിച്ച് ഇവിടെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഫുൾ ടൈം മിനിസ്റ്റർ ആയിട്ടും ഞാൻ ജോലി ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി സഹായിച്ചും ചെലവിട്ടും ചെലവായും പോന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അനേകരോട് കർത്താവ് ഇപ്പോഴും സുവിശേഷം പറയാൻ ഇട തന്നുകൊണ്ടിരിക്കുക. ഈ അനുഭവത്തിൽ കൂടെ ദൈവം നടത്തിയത് ഒരു അത്ഭുതം തന്നെയാ. ഞാൻ അന്ന് UC കോളേജിൽ BA എക്കണോമിക്സ് എടുത്ത ഒരു ടീച്ചറായിരുന്നു. എനിക്ക് ഈ ഭാഗ്യം കിട്ടത്തില്ലായിരുന്നു. അപ്പൊ കർത്താവിന് അറിയാം എങ്ങനെ ഒരാളെ വേർതിരിക്കണമെന്ന്. അപ്പൊ ദൈവം കണ്ടവരെ വേർതിരിച്ചും പേർ ചൊല്ലി വിളിച്ചും പ്രിയ മക്കളും പുത്രത്തിന്റെ അവകാശിയാക്കി ദൈവം തീർത്തു. അതിനെ റോമർക്ക് എഴുതിയ 6, 7, 8 അധ്യായങ്ങൾ വായിച്ചപ്പോൾ ദൈവത്തിന്റെ ശബ്ദം എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരോടെല്ലാം പറഞ്ഞു, ഈ കാണുന്ന സമുദായത്തിനോ ഒരു ആരാധനയ്ക്കോ നമ്മളെ വിടുവിക്കാൻ കഴിയത്തില്ല. ഞാൻ സത്യവും ജീവനും വെളിച്ചവുമാവുന്നു. എൻ്റെ കർത്താവ് അല്ലാതെ നമ്മളെ രക്ഷിപ്പാൻ കഴിയയില്ല. ആ കൂട്ടത്തിൽ 3 പേര് സ്നാനപ്പെട്ടു ഞങ്ങളുടെ ഗ്രൂപ്പിൽ 12 പേരില്. അപ്പം ദൈവം അങ്ങനെ ഓരോ സമയത്ത് ഓരോ കുട്ടികളോട്, ഓരോ കൂട്ടുകാരോട് സുവിശേഷം പറയാൻ ദൈവം എനിക്ക് അവസരം തന്നു. അങ്ങനെ അവസരം തന്ന ജോലിയോടനുബന്ധിച്ച് കർത്താവിനെ ഞാൻ സേവിച്ചും സ്നേഹിച്ചും വിശ്വസ്തയോടെ വിളിച്ച നാൾ മുതൽ ഇന്ന് വരെയും നിൽക്കുവാൻ എനിക്ക് കൃപ തന്നു. അനേക കഷ്ടങ്ങൾ കൂടെ എന്നെ കടത്തിവിട്ടെന്ന് പറഞ്ഞ ദൈവകൽപ്പന അനുസരിച്ചതിന് ശേഷമാണ് ഞാൻ കഷ്ടത എന്തെന്ന് മനസ്സിലാക്കുവാൻ ദൈവം അവസരം തന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്ന കർത്താവ് ശുദ്ധീകരിച്ച് കർത്താവിന് പ്രിയം വെച്ചവരായി നമ്മളെ വേർതിരിക്കുന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്ക് ദൈവം തന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ 8ാം വയസ്സിൽ ദൈവം കാണിച്ച ഞാൻ പ്രാർത്ഥിച്ച നിഷ്കളങ്കമായ പ്രാർത്ഥന, ഈ പ്രകാശം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടിയാണ് 24ാമത്തെ വയസ്സിൽ ദുബായിൽ വെച്ച് യാക്കോബ ചർച്ചിൽ ഗുഡ് ഫ്രൈഡേ 87 ഏപ്രിൽ 17 ദൈവം വിളിച്ച് വേർതിരിച്ച് കരം പിടിച്ച് നടത്തി സ്നാനത്തിലേക്ക് നയിച്ചു. ഒരു വ്യക്തി എന്നോട് സുവിശേഷം പറഞ്ഞാൽ ഞാൻ വേർതിരിയത്തില്ല. ഞാൻ സ്റ്റബേൺ നേച്ചറായിരുന്നു. പക്ഷെ അപ്പൊ ദൈവത്തിന് അറിയാം എങ്ങനെയാണ് ഒരാളെ സന്ദർശിക്കേണ്ടതെന്ന്. ദൈവം സ്നേഹിക്കുന്നവരെ വേർതിരിച്ച്
ദൈവം നാമമഹത്വത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കും എന്നുള്ളതിന് ഒരു ഒരു സാക്ഷ്യം തന്നെയത്. കാരണം അല്ലെങ്കിൽ ഒരിക്കലും 9ാമത്തെ മകൾ എല്ലാ രീതിയിലും, എനിക്ക് 4 സഹോദരനും 4 സഹോദരിമാരും ഉണ്ട്. എനിക്ക് വീട്ടിൽ യാതൊരു രീതിയിലും ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസവും അനുഭവിച്ചിട്ടില്ല. എൻ്റെ പിതാവ് ഏക മകനായതുകൊണ്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളും കൃഷിദാനങ്ങളും വേലക്കാരും വീട്ടിലുണ്ടായിരുന്നു. ചെറുപ്പം മുതൽ 2 മില്ലുണ്ടായിരുന്നു. ആ മില്ലിൽ ആട്ടിക്കിട്ടുന്ന ആ വെളിച്ചെണ്ണയാണ് എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ്സിനകത്ത് തന്നു വിടുന്നത് നിലവിളക്കിൽ ഒഴിക്കാൻ. അതുപോലെ എല്ലാ രീതിയിലും സ്നേഹം കിട്ടിയും എൻ്റെ മാതാപിതാക്കൾ നല്ല സൗമ്യതയും സ്നേഹവുമുള്ള നല്ല മോറൽ എത്തിക്സിൽ എന്നെ വളർത്തിക്കൊണ്ടുവന്നു. അപ്പൊ പാപം എന്തെന്നും തെറ്റെന്നും അവരെന്നെ ചൂണ്ടിക്കാണിച്ചു തന്നിരുന്നു. എപ്പോഴും എൻ്റെ പിതാവ് പറയുമായിരുന്നു, അന്യരുടെ മുതൽ ആഗ്രഹിക്കരുത്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു കള്ളം പറയാനോ ഒരു കൂട്ടുകാരുടെ കൂടെ ഒരു മോശമായ രീതിയിൽ ഒന്നും പോവാനായിട്ടുള്ള മനസ്സില്ലായിരുന്നു. ഇങ്ങനെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ എത്രമാത്രം നമുക്ക് സ്തുതിച്ചാലും മതി വരികയില്ല. ഒരു ഒരു ഇത് നോക്കിയാൽ കർത്താവിന്റെ ക്രൂശിനെ അല്ലാതെ നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. ഈ ലോകത്തിലെ കഷ്ടം, അല്പകാല കഷ്ടം സാരമില്ലെന്നെണ്ണി കർത്താവിന്റെ ക്രൂശിലേക്ക് നോക്കി ജീവിക്കുന്നവർ എല്ലാം നിത്യത അവകാശമാകും. കേലവും ജോശുവും ഉള്ളി കനാൻ ദേശം കണ്ടത്. അനേകർ ഓടുന്നവർ അനേകർ, ബിരുദ പ്രാപിക്കുന്നവരോ ചുരുക്കം. ഇതത്ര ഈസി മാർഗമല്ലെന്നും ഇത് കഷ്ടതയുടെ മാർഗമാണെന്നും അത് ദൈവസന്നിധാനത്തില് ആ വഴി ഇടുക്കവും ഞെരുക്കവും അതിൽ കൂടെ കടക്കുവാൻ നമ്മളെ ഒരുക്കിയെടുക്കും. ദൈവം ഒരുക്കിയെടുക്കും, വാർത്തെടുക്കും. ഒരു കുശവൻ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ അത് ദൈവനാമ മഹത്വത്തിനായി തീരും. ഇന്നിപ്പം 2 സഭയിലും കർത്താവിന്റെ വേലയിൽ ഉത്സുകയായി ഓടി നടന്ന അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ കർത്താവ് അടിയനെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ജോലി സ്ഥലത്താണെങ്കിലും ഒരു നഴ്സിംഗ് സൂപ്പർവൈസറായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അവിടെ അനേക പഞ്ചാബികളുടെ ഇടയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് ദൈവസ്നേഹം പകരുകയും പലരുടെയും മുമ്പിൽ ദൈവത്തെ വരച്ചു കാണിച്ച ഒരു ജീവിതം നയിപ്പാൻ ദൈവം സഹായിച്ചു. എന്നാൽ റോമർ 10-ാം അധ്യായം 9:13 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു, കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ദൈവം തന്നൊരു വാക്യമാണ്. അന്ന് ആ സമയത്ത് ഞാനിങ്ങനെ ഹോസ്റ്റലിൽ ഇരുന്ന് ഇങ്ങനെ വായിക്കുമായിരുന്നു. ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ആയിട്ട് ബൈബിള് കംപ്ലീറ്റ് വായിച്ചത് ആ രക്ഷിക്കപ്പെട്ട ദിവസം തുടങ്ങി സ്നാനപ്പെടുന്നിടം വരെ കംപ്ലീറ്റ് ബൈബിൾ ഒരു പ്രാവശ്യം വായിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തിൽ അരുളി ചെയ്തുവല്ലോ. നമ്മൾ കർത്താവിൽ വിശ്വാസം വെച്ചാൽ ഒരിക്കലും ലജ്ജിക്കാൻ കർത്താവ് ഇടവരുത്തത്തില്ല. ഇപ്പം എൻ്റെ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരൊന്നും എനിക്ക് സഹകരിച്ചില്ലായിരുന്നു, എൻ്റെ കൂട്ടുകാർ സഹകരിച്ചില്ലായിരുന്നു. പക്ഷെ ദൈവം എനിക്ക് വിഷൻ തന്നു. കർത്താവ് ദർശനം തന്ന പ്രകാരം ദുബായിൽ വെച്ച് എല്ലാം ദൈവം നടത്തി തന്നു. അത് പുറകോട്ട് ചിന്തിക്കുമ്പോൾ എങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നടത്തി. ഈ വചനം തരുമ്പോൾ കർത്താവ് ആ വചനത്തിനൊപ്പം നമ്മളെ കരം പിടിച്ച് നടത്തുകയും ചെയ്യും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അന്ന് അതൊന്നും അതിൻ്റെ അർത്ഥം അത്രയും ഡീപ്പായിട്ട് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നീട് ഞാൻ സമയം ചെലവിട്ട് വായിക്കും തോറും കർത്താവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അനേക ദർശനങ്ങൾ തന്നു, ദൈവ ശബ്ദം കേൾപ്പിച്ചു, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ തന്നു. അപ്പം ഓരോ സമയങ്ങളും ദൈവം ഇങ്ങനെ വേർതിരിച്ച് നടത്തുകയായിരുന്നു. വിവാഹത്തിന് ശേഷമാണെങ്കിലും എനിക്ക് ഒത്തിരി പ്രയാസമായിരുന്നു ഒരു കുഞ്ഞിനെ ലഭിക്കാന്നുള്ളത്. മെഡിക്കലി എനിക്ക് തീർത്തും പറഞ്ഞു, ഒരു മെഡിക്കലി അൺഫിറ്റാണ് ഞാൻ, ഒരു പൈതലിനെ എനിക്ക് കിട്ടുകയില്ലെന്ന്. പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ദൈവം 4 കുഞ്ഞുങ്ങളിൽ മൂത്ത പൈതലിനെ എനിക്ക് ലഭിച്ചതും. അവൻ പ്രിമച്ചുറായി ജനിച്ചു. 33 വീക്സിൽ തുടങ്ങി 2 വീക്സ് നിക്യൂല് വെച്ചു. ഒത്തിരിയും കഷ്ടതയിൽ കൂടെ കുഞ്ഞും കടന്നുപോയി. എന്നാലും ദൈവ ആരോഗ്യത്തോടെ അവനും ഇന്ന് ഒരു ചർച്ചിന്റെ വലിയൊരു ചർച്ചിന്റെ വർഷിപ്പ് ലീഡറായിട്ട് കർത്താവ് ആ മക്കളെയും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം മെഡിക്കലി അസാധ്യമെന്ന് പറഞ്ഞ സ്ഥാനത്ത് അത് എൻ്റെ ഭവനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും അങ്ങനെ ഒരു പ്രോബ്ലം ആയിട്ടില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു, നീ പെന്തിക്കോസ്തുകാരുടെ പോയിട്ടാണ് അങ്ങനെയെല്ലാം വരുന്നത്, നീ അനുഭവിക്കുക അവിടെ. പക്ഷെ ദൈവം നമ്മളെ ലജ്ജിപ്പിക്കത്തില്ലെന്ന് വീണ്ടും ദൈവം ഉറപ്പും ധൈര്യവും തന്ന് നടത്തി.
അങ്ങനെ ഓരോ ഓരോ സമയത്തും തക്ക സമയത്ത് കർത്താവിൻ്റെ കൃപ എൻ്റെ കുടുംബത്തിലും എനിക്കും ദൈവം കൂട്ടായി തന്ന നിന്റെ ദാസന്റെ മേലും ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളിപ്പം മിനിസ്ട്രിയിലാണെങ്കിലും ഒത്തിരി പ്രയാസത്തിൽ കൂടെ വിഷമത്തിൽ കൂടെ എല്ലാം കടന്നു പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം ദൈവം ആലോചന അന്നേരം പറഞ്ഞു തരും, മകനെ ഇതാവുന്ന വഴി. അങ്ങനെ ആ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട്, അത് എൻ്റെ ഒരു പ്രാർത്ഥന തന്നെയാണ്, ദൈവശബ്ദം കേട്ട് മാത്രം ജീവിക്കണം, ദൈവത്തോട് ആലോചന ചോദിച്ച് നടക്കണം. ഒരു മാനുഷിക ആലോചനയ്ക്ക് കീഴ്പ്പെടാതെ ദൈവിക ആലോചനയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കർത്താവ് നടത്തി തന്നു. ഇതുവരെയും നടത്തി, ഇനി മേലാലും നടത്തുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ഇങ്ങനെ ഈ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം കേൾവിയാലും കേൾവി വചനത്താലും നമ്മൾക്ക് ലഭിക്കുന്നു. വചനം കേൾക്കുന്ന മൂലം നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നു. ആ വിശ്വാസം വർദ്ധിപ്പാൻ നമ്മൾ വചനം വായിച്ചും അന്യോന്യം ധൈര്യപ്പെടുത്തി ജീവിക്കണമെന്നും ആഗ്രഹിച്ച് കർത്താവിന്റെ സന്നിധാനത്തിൽ ഈ സാക്ഷ്യം കേൾക്കുന്ന ഏവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും കർത്താവ് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ഈ യേശുവിനെ, നല്ല രക്ഷിതാവിനെ കണ്ടുമുട്ടുവാൻ കർത്താവ് അവർക്ക് ഭാഗ്യം കൊടുക്കട്ടെ. കാണാത്തവർക്ക് കാണുവാനുള്ള ഭാഗ്യം കൊടുക്കട്ടെ. അവരുടെ ഹൃദയക്കണ്ണുകളെ പ്രകാശിക്കുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യത്തിൽ നിന്ന് ഇരുന്നുകൊള്ളുന്നു. എന്നാൽ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിന്റെ സ്നേഹത്താൽ വേർപിരിക്കപ്പെട്ട ദൈവജനങ്ങളെ ദൈവത്തിന്റെ സ്നേഹം അറിയുവാനും ദൈവ സാന്നിധ്യം അനുഭവിപ്പാനും ദൈവത്തിന്റെ കൃപയിൽ ജീവിപ്പാനും നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ തരട്ടെ. നിന്റെ ദാസൻ ഡാനിയൽ ജോണിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ദാസനിൽ കൂടെ ദൈവം ചെയ്തെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സ്വർഗത്തിലെ ദൈവം ഗ്ലോറി ഹാലബരതല മാനിക്കട്ടെ. കർത്താവ് അനേകർ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഈ ദൈവസ്നേഹം അറിയിപ്പാനും കർത്താവിന് വേണ്ടി ഓടുവാനും കർത്താവ് തൻ്റെ ദാസന്മാരെയൊക്കെയും ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ ജനങ്ങളിലും പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് സത്യവും ജീവനും വെളിച്ചവുമാകുന്നു. അങ്ങിൽ കൂടെ അല്ലാതെ രക്ഷയില്ല എന്ന് കർത്താവ് തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ജീവിതങ്ങൾക്കും വിടുതലായി ആശ്വാസമായി കർത്താവ് അവിടുന്ന് കരുതണമേ. കർത്താവിൻ്റെ വചനപ്രകാരം ജീവിപ്പാൻ ഒരുക്കണമേ. അങ്ങയുടെ വരവടുത്തിരിക്കുന്ന സമയം ഒരുങ്ങുവാൻ, ഇത് അന്ത്യകാലമായിരിക്കാൽ സകല ജഡത്തിന്മേൽ ആത്മാവിനെ പകരുവാൻ കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തോടെ ദൈവകൃപയോടെ കൃപാവരങ്ങളോടെ എൻ്റെ കർത്താവിനെ ഉയർത്തി ദൈവനാമ മഹത്വത്തിനായി ജീവിപ്പാൻ ഓരോ ജീവിതങ്ങൾക്ക് ഇടയാക്കണമേ. നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യക്ക് അതിന് ഭാഗ്യം കൊടുക്കണമേ. നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്തും അനേകർ കഷ്ടങ്ങളിൽ കൂടെ പ്രയാസത്തിൽ കൂടെ കർത്താവിൻ്റെ വേല നിമിത്തം പീഡകൾ സഹിക്കുന്നു. കർത്താവ് അവരോട് മനസ്സലിയണമേ. കർത്താവ് നിങ്ങളുടെ സ്വന്തം ശരീരം പോലെ രക്തത്തിന്റെ മാംസത്തിന്റെ വിലയായ കർത്താവ് അവരെ കരുതണമേ, ഓർക്കണമേ. അപ്പാ അങ്ങയുടെ നാമം മഹത്വം എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായി കേട്ടിരിക്കാനും സ്തോത്രം. എല്ലാ അടികൾക്കായി ജീവൻ വെച്ച് യേശുപ്പച്ച നാമത്തെ താഴ്മയുടെ അപേക്ഷിക്കുന്ന കൃപയുണ്ടായി കേൾക്കുമാറാണമേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ കർത്താവിന്റെ ദാസി സാലി ആന്റി. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരുവമാ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനേറെ അവസരങ്ങൾ ഒരുക്കി സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കർത്താവ് കാക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു യാക്കോബായ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് എല്ലാ ആത്മീയമായ ഒരു പാരമ്പര്യത്തോടുകൂടി തന്നെ ജീവിക്കുവാന് ഇടയായി തീർന്നുവെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവിൻ്റെ മകളായി തീരുവാൻ വേണ്ടി കർത്താവ് വിളിച്ചു വേർതിരിച്ച ആ അനുഭവങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും കർത്താവിനെ ഉയർത്തുവാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് അനുകൂലമായ ക്രമീകരണങ്ങൾ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ. അരോമാ ടിവിയുടെ പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു നിങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കണം. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥനാ കൂട്ടായ്മ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്നു. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ.
ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com